ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവാരിക്കാരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കാരുതിടണേ. ഇനിയും നാടത്തേണെ തിരുഹിതം പോൽ നിന്നതല്ല നാം, ദൈവം നമ്മെ നേടിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 119 സങ്കീർത്തനം 129 മുതലുള്ള ചില തിരുവചനങ്ങൾ. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ പ്രകാശനം പ്രകാശപ്രദം ആകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാർ ആക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കുക. ഞാൻ എൻ്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. സ്തോത്രം. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരു പ്രഭാതം കൂടി കാണുവാൻ ആയുസിൻ്റെ ഒരു ദിനം കൂടി നേടിത്തന്ന ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുക. ദൈവത്തിൻ്റെ വചനത്തിലൂടെ വായിച്ചു കേട്ടതുപോലെ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകുന്നു. എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ നന്മകളെയും ഉപകാരങ്ങളെയും അനുഗ്രഹങ്ങളെയും സമാധാനങ്ങളെയും സൗഖ്യങ്ങളെയും നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മെ നിത്യജീവനായ യേശു കർത്താവിങ്കലേക്ക് തിരിച്ചതായ ആ ദൈവത്തിൻ്റെ മഹാകരുണ, സ്നേഹം, ദയ എത്ര തന്നെ സാക്ഷ്യമായി പ്രസ്താവിച്ചാലും മതിയാകാത്ത വിധത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി നന്മ ചെയ്തിരിക്കുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ സകല ഉപകാരങ്ങളെയും സൗഖ്യങ്ങളെയും നാം മറ്റുള്ളവരോടും സാക്ഷ്യങ്ങൾ അറിയിക്കേണ്ടത് ആവശ്യമാണ്. യേശു മാത്രം രക്ഷകനെന്ന് നാം മറ്റുള്ളവരോട് സാക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നിത്യജീവന്റെ വഴി യേശു മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. ആമേൻ.